ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലുള്ള തെക്കൻ ഗാസയിലെ റഫായിൽ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് സേനാംഗങ്ങൾ ഇസ്രായേലിന് കീഴടങ്ങില്ലെന്ന് പാലസ്തീൻ സംഘടന അറിയിച്ചു. ഇക്കാര്യത്തിൽ മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെടണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. ആയുധം വെച്ച് കീഴടങ്ങിയാൽ ഗാസയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുവാൻ അനുവദിക്കുമെന്നാണ് ഇസ്രായേൽ നിലപാട്. റഫായിലുള്ള ഹമാസുകാർ തങ്ങളുടെ സേനയ്ക്ക് ആയുധങ്ങൾ കൈമാറിയാൽ മതിയെന്ന ശുപാർശ ഈജിപ്ത് മുന്നോട്ടുവെച്ചു. 200 ഹമാസ് സേനാംഗങ്ങളാണ് റഫായിലെ തുരങ്കങ്ങളിലുള്ളത്. ഇവർ ഇസ്രായേലിന് കീഴടങ്ങുന്നത് ഹമാസിനെ നിരായുധീകരിക്കുമെന്ന വെടിനിർത്തൽ കരാർ വ്യവസ്ഥ നടപ്പാക്കാനുള്ള നിർണായക ചുവടുവയ്പ്പാകുമെന്ന് US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു. അതിനിടെ 2014 ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികന്റെ മൃതദേഹം ഹമാസ് കൈമാറി. ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ 69,169 പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ഗാസ അധികൃതർ അറിയിച്ചു. ഒക്ടോബർ 31 ശേഷം കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ നിന്ന് 284 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെയാണ് മരണസംഖ്യ ഉയർന്നത്. അതേസമയം വെസ്റ്റ് ബാങ്ക് പട്ടണമായ ബെയ്ത്തയിൽ കൃഷിയിടങ്ങളിൽ സായുധരായ ഇസ്രായേൽ കുടിയേറ്റക്കാർ നടത്തിയ ആക്രമണങ്ങളിൽ 11 പലസ്തീൻകാർക്ക് പരിക്കേറ്റു. ഒലിവ് വിളവെടുപ്പിനിടെയാണ് മുഖം മൂടി ധരിച്ച സംഘത്തിന്റെ ആക്രമണം. ഒക്ടോബറിൽ മാത്രം ഇത്തരം 200-ൽ ഏറെ ആക്രമണമുണ്ടായതെന്ന് UN ഏജൻസികൾ പറഞ്ഞു. അതേസമയം വംശഹത്യ നടത്തിയെന്ന കുറ്റം ചുമത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗ്വിർ, സൈനിക മേധാവി AL സാമിർ എന്നിവർക്കും നിരവധി ഉദ്യോഗസ്ഥർക്കുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച് തുർക്കി. 37 പേർക്കെതിരെയാണ് വാറണ്ട് പുറപ്പെടുവിച്ചതെന്ന് ഇസ്താംബുൾ ചീഫ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് അറിയിച്ചു. ഗാസയിലെ ജനങ്ങൾക്കെതിരെയും ഗാസയിലേക്ക് സഹായവുമായി എത്തിയ ഫ്ലോട്ടിലകൾക്കെതിരെയും നടത്തിയ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും വംശഹത്യയുമാണ് ഇവർക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുള്ളത്. വാറണ്ട് നൽകിയ നടപടിയെ ഇസ്രായേൽ അപലപിച്ചു. വാറണ്ട് തുർക്കി പ്രസിഡന്റ് തയ്യിപ് എർദോഗന്റെ PR സ്റ്റണ്ടാണെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ ആരോപിച്ചു. എർദോഗാന്റെ തുർക്കിയിൽ രാഷ്ട്രീയ വൈരികളെ നിശബ്ദരാക്കാനും മാധ്യമപ്രവർത്തകരെയും ന്യായാധിപന്മാരെയും മേയർമാരെയും തുറങ്കിലടയ്ക്കാനുമുള്ള ആയുധമാണ് ജുഡീഷ്യറിയെന്നും ഗിഡിയൻ സാർ പറഞ്ഞു. അതേസമയം വാറണ്ടിനെ സ്വാഗതം ചെയ്ത ഹമാസ് തുർക്കി ജനതയുടെയും ഭരണ നേതൃത്വത്തിന്റെയും നിലപാടിനെയാണ് ഇത് സ്ഥിരീകരിക്കുന്നതെന്ന് പറഞ്ഞു.